sa sa ni sa ri 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 ni sa pa ma ga ri sa ri ga ma pa sa ni sa ri 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 ni sa pa ma ga ri sa ri ga ma pa kandolu ketolu anubhavikku കണ്ടോളു കേട്ടോളു അനുഭവിക്കൂ VBS കാലം ദാ വന്നെത്തിയേ കണ്ടോളു കേട്ടോളു അനുഭവിക്കൂ VBS കാലം ദാ വന്നെത്തിയേ പൂമൊട്ടിൽ വിരിഞ്ഞെത്തി എക്സൽ VBS പൂക്കളുമായി പറന്നെത്തി എക്സൽ VBS പൂമൊട്ടിൽ വിരിഞ്ഞെത്തി എക്സൽ VBS പൂക്കളുമായി പറന്നെത്തി എക്സൽ VBS ആടിപ്പാടിത്തിമിർത്താടാം ഒന്നായി കൂടി ആഘോഷിക്കാം ആടിപ്പാടിത്തിമിർത്താടാം ഒന്നായി കൂടി ആഘോഷിക്കാം FLO WERS Fluff Fluff Flowers 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 FLO WERS Fluff Fluff Flowers Flowers തകർത്തു പാടാൻ പുതുപുത്തൻ പാട്ടും ഉല്ലസിക്കാൻ വെറൈറ്റി ഡാൻസും തകർത്തു പാടാൻ പുതുപുത്തൻ പാട്ടും ഉല്ലസിക്കാൻ വെറൈറ്റി ഡാൻസും വെരി വെരി ഹാപ്പി ഫുള്ളി ഹാപ്പി ടോട്ടലി ഹാപ്പിയാണ് ഞങ്ങൾ വെരി വെരി ഹാപ്പി ഫുള്ളി ഹാപ്പി ടോട്ടലി ഹാപ്പിയാണ് ആടിപ്പാടിത്തിമിർത്താടാം ഒന്നായി കൂടി ആഘോഷിക്കാം ആടിപ്പാടിത്തിമിർത്താടാം ഒന്നായി കൂടി ആഘോഷിക്കാം ജയിക്കുന്ന ക്ലാസ്സിന് മനോഹരമായ സമ്മാനമുണ്ട്. സോ റെഡി ഫോർ ദാറ്റ്. സോ നമ്മുടെ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ടീച്ചേഴ്സ് വരുമ്പോൾ ഏത് ക്ലാസ് ആണെന്ന് നിങ്ങൾ പറയണം. അവർ വന്ന് നിന്ന് കഴിയുമ്പോൾ ടീച്ചേഴ്സ് ഏതൊക്കെ ബൈബിൾ ക്യാരക്ടേഴ്സ് ആണെന്നുള്ളത് നിങ്ങൾ പ്രസന്റ് ചെയ്യണം. സോ കുഞ്ഞുങ്ങളെല്ലാവരും കൈയടിക്കണം. പപ്പറ്റ് ഷോയും മാജിക് ഷോയും എൻജോയ് ചെയ്യാൻ ഗെയിമുകളും പപ്പറ്റ് ഷോയും മാജിക് ഷോയും എൻജോയ് ചെയ്യാൻ ഗെയിമുകളും ഓ വെരി വെരി സ്പെഷ്യൽ ഫുള്ളി സ്പെഷ്യൽ എവറിത്തിങ് സ്പെഷ്യൽ ആണ് ഓ വെരി വെരി സ്പെഷ്യൽ ഫുള്ളി സ്പെഷ്യൽ എവറിത്തിങ് എനിക്ക് തോന്നുന്നു ഇതുവരെ കഴിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ക്യാരക്ടേഴ്സിനെ പ്രസന്റ് ചെയ്തത് സീക്കേഴ്സ്. സോ ആടിപ്പാടിത്തിമിർത്താടാം ഒന്നായി കൂടി ആഘോഷിക്കാം FLO WERS Fluff Fluff Flowers 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 ഏറ്റവും പ്രായം കുറഞ്ഞ ടീച്ചറാണ് എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. കാരണം കേട്ടോ sa 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 ni sa ri 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 ni sa pa ma ga ri sa ri ga ma pa sa ni sa ri 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 ni sa pa ma ga ri sa ri ga ma pa sa ni sa ri 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 ni വെറും 10 മിനിറ്റ് കൊണ്ട് sa ri ga ma pa ഇത്രയും ബൈബിൾ ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന ടീച്ചേഴ്സിന് കൊടുക്കുന്നു. അനുഭവിക്കൂ ഇത്രയോളം നല്ല കൈഡി. ഇത് വെറും പത്രപേപ്പറുകൾ മാത്രം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കൈയടിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ ജഡ്ജസ് മാർക്കിട്ടിട്ടുണ്ട്. ഇത്രയും ക്യാരക്ടേഴ്സിന് എല്ലാവരും ചേർന്ന് നല്ലൊരു കൈ കൊടുത്തേ. അങ്ങ് ദൂരെ നിന്നും മാറിയിരുന്നോ. ദൂരെ നിന്നും ഒരാൾ കയറി വരാൻ പോവാ. മാറിയിരുന്നോ. വേഗം മാറിയിരുന്നോ. ദൂരെ നിന്ന് ഒരാൾ വരാൻ വേണ്ടി പോകുന്നു. യെസ്. കൈയടിക്കുമ്പോൾ അങ്ങ് ദൂരെ നിന്നും ഒരാൾ നിന്നെ കാണാൻ വേണ്ടി ഇതാ നേരെ ഇരിക്കുന്നു. യെസ്. റെഡി ആയിട്ടിരുന്നോണം. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ വളരെ മിടുക്കരാണ്. സോ കൈയെ കെട്ടി നന്നായിട്ടിരുന്നോ. വൈകിട്ട് മഴവിൽ മനോരമ ചാനലിൽ നിങ്ങളുടെ എല്ലാം കാണാൻ പറ്റും. സോ നന്നായിട്ട് നേരെ
മുഖമൊക്കെ തൂത്തേ, മുടിയൊക്കെ നേരെയാക്കിയിരുന്നേ. ടി വി കാണാമെന്ന് വൈകിട്ട് നേരെ ഇരിടാ, വൈകിട്ട് ടി വി കാണും കേട്ടോ, നേരെ ഇരിക്കുക. ആരെങ്കിലുമൊക്കെ വിളിക്കും, ജോണേ ഇന്ന് ഞാൻ ടി വി കാണടാ എന്നൊക്കെ പറയും കേട്ടോ. അതുകൊണ്ട് നേരേക്ക് ഇരുന്നു, നന്നായിട്ട് നേരെ ഇരുന്നു. യെസ്, ഇതാ നിങ്ങളെ കാണാൻ വേണ്ടി അങ്ങ് ദൂരെ നിന്നും ഒരു അങ്കിള് വന്നിട്ടുണ്ട്. അങ്കിളിൻ്റെ പേര് ബണ്ണി. എന്താണ്? ബണ്ണല്ല, ബണ്ണി. ചിലർ ബണ്ണല്ല, ബണ്ണി. സോ ബണ്ണി അങ്കിൾ, ഹി ഈസ് കമ്മിങ് ഫ്രം ന്യൂയോർക്ക്. എവിടുന്നാണ് വരുന്നത്? US ന്യൂയോർക്കിൽ നിന്നാണ് ബണ്ണി വരുന്നത്. സോ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ സ്ക്രീനിൽ വരും കേട്ടോ. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ സ്ക്രീനിൽ വരും. സോ റെഡി ആയിട്ടിരിക്കുക. നമ്മുടെ ഇന്നത്തെ തീം എന്നാണ്? നിർമ്മല ബുദ്ധിയുടെ പർപ്പസ് ഓഫ് AI. സോ നമ്മൾ ബണ്ണിയെ വെൽക്കം ചെയ്യുകയാണ്. രണ്ട് കരങ്ങളും ചേർത്തടിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് ബണ്ണിയെ സ്വീകരിക്കാം. സോ റെഡി, 1 2 3 and go. സ്ക്രീനിലേക്ക് നോക്ക്. ബണ്ണി വരുന്നു. ബണ്ണി വരുന്നു. എന്നും ഞാൻ ഹാപ്പിയാ, എന്നും ഞാൻ ഹാപ്പിയാ. അരികിലുണ്ടേശു എന്നും എൻ കൂടെ, ഒപ്പവും എപ്പോഴും നല്ലൊരു സഖിയായി. കൂടെ എന്നും കൈവിടില്ലെന്നും വാക്കു തന്നെന്നും എൻ കൂടെ. ആരു മറന്നാലും ആരു വെറുത്താലും ആര് തള്ളിയാലും എന്നും ഞാൻ ഹാപ്പിയാ. ആര് കൂടില്ലേലും ആര് മിന്നിച്ചാലും ആര് മിണ്ടില്ലേലും എന്നും ഞാൻ ഹാപ്പിയാ. ലാ 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 വെൽക്കം ബണ്ണി. കൈയടിക്കുന്നു. ബണ്ണിക്ക് നല്ല കൈയടി. ബണ്ണിക്ക് കൊടുക്കുന്നു. നല്ല കൈയടി കൊടുക്കുന്നു. വെൽക്കം ബണ്ണി ടു ദ മീനളം VBS IPC പുതുപ്പള്ളി സെന്റർ VBSലേക്ക് ബണ്ണിയെ ഞങ്ങൾ കരങ്ങളെ അടിച്ച് സ്വാഗതം ചെയ്യുന്നു. കൈയടിച്ച് സ്വാഗതം ചെയ്യാം. വെൽക്കം ബണ്ണി. കൈയടിക്കുന്നു. നല്ല കൈയടി കൊടുക്കുന്നു ബണ്ണിക്ക്. നല്ല കൈയടി. ബണ്ണി നിങ്ങളെ കാണാൻ വേണ്ടി അങ്ങ് ദൂരെ നിന്നും ഇരുന്നോ. ചില സമയത്ത് ബണ്ണിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കേറി ആക്രമിച്ചു കളയും. വിഷയമാണ്. വരാൻ സാധ്യതയുണ്ട്. അടങ്ങിയിരുന്നോണം. സോ ബണ്ണിയോട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോവാണ്. ബണ്ണി VBSന് വേണ്ടി അങ്ങ് ന്യൂയോർക്കിൽ നിന്ന് വന്നതാണ്. സോ ഇന്ന് നിങ്ങളെ കാണാൻ വേണ്ടി കൊച്ചി എയർപോർട്ടിൽ വന്ന ശേഷം വണ്ടി ഓടിച്ച് ഇവിടെ എത്തിയേക്കുവാണ്. ബണ്ണിയുടെ കയ്യിൽ ചില സമ്മാനങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, മേടിച്ചോണം. ബണ്ണി നമ്മളോട് സംസാരിക്കാൻ വേണ്ടി പോവാ. സോ ലിസൺ ഹിയർ. അപ്പോൾ രണ്ട് കരങ്ങളും അടിച്ച് ബണ്ണിയെ വെൽക്കം ചെയ്തേ. വെൽ കം വെൽക്കം ബണ്ണി. ഓർക്കെ വെൽ ഇതുവരെ പോയതിലും ഏറ്റവും അടിപൊളി വെൽക്കമാണ് ഇവിടെ കിട്ടിയെന്ന്.
super देखो अरे ऐसे अच्छा नहीं देखो दो दे VBS എങ്ങനെ ഉണ്ടെന്ന് ഇവിടെ എന്നോട് ചോദിക്കും എങ്ങനെ ഉണ്ട് ഞാൻ എന്താ പറയണ്ടേ വേറെ ലെവലാന്ന് പറയട്ടെ വേറെ ലെവലാന്ന് പറയട്ടെ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാ അതിന് ഉത്തരം പറയണം 3 ചോദ്യങ്ങൾ റെഡിയാണോ എന്നെ നാണം കെടുത്തുവോ അപ്പൊ ശ്രദ്ധിച്ചോണം യെസ് ഒന്നാമത്തെ ചോദ്യം നിങ്ങളുടെ VBSന്റെ തീം എന്താ തീം ഉത്തരം പറയാൻ കറക്റ്റ് ആണ് യെസ് കറക്റ്റ് ആൻസർ സെക്കൻഡ് ക്വസ്റ്റ്യൻ യെസ് നിങ്ങൾക്ക് VBSൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ് വേറെ 2 മിനിറ്റ് കൊണ്ട് ബണ്ണിയാണ് ഇഷ്ടപ്പെട്ടെ കഴിഞ്ഞ 5 ദിവസം ഇവിടെ ഞാൻ വന്നത് വെറുതെ ആയിപ്പോയി ഒന്നുമില്ല നിനക്ക് ഞാൻ സ്നേഹം വരുന്നില്ല ഡയറി മിൽക്ക് തന്നാലടാ നീ എന്റെ പേര് പറഞ്ഞില്ലല്ലോ ബണ്ണി പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് ക്ഷമിക്കുക പോട്ടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ഇവിടെ മികച്ചതായി നിൽക്കുന്നത് ഏത് ടീമാണ് നോ ഗേൾസ് അല്ലേ boys or girls oh super 2 ടീമും ഒരുപോലെ നല്ല ആക്റ്റീവ് ഞങ്ങൾ പുതുപ്പള്ളി പിള്ളേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇവർ തകർപ്പൻ പിള്ളേരാണ് ഏത് ആക്ഷൻ സോങ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കേട്ടില്ല ഒറിജിനൽ വല്ലാത്ത കാലം ആക്ഷൻ എല്ലാം നന്നായിട്ട് പഠിച്ചോ VBSന് ഇനി ബണ്ണിയങ്ങൾ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണം VBSൽ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയവരെ വരെ ഞാൻ കണ്ടു നിങ്ങളെല്ലാവരും VBSൽ പങ്കെടുക്കുന്നതിൽ ഹാപ്പിയാണോ എന്ന് ബൈബിളും പ്രാർത്ഥനയൊക്കെ ഡെയിലി ഉണ്ടോന്ന് ഉണ്ടോ കേൾക്കുന്നില്ല ഉറക്കെ പറ എല്ലാ ആക്ഷൻസും പഠിച്ചോ ഇവര് വേറെ ഒരു ആക്ഷൻ ചെയ്യണം നിങ്ങളോടൊപ്പം ഒരു ആക്ഷൻ ചെയ്യണമെന്ന് റെഡിയാണോ വെയിറ്റ് 1-2 കാര്യം പറഞ്ഞിട്ട് പറയും 1-2 കാര്യം പറഞ്ഞിട്ട് ഇവിടുത്തെ VBSൽ ബെന്നിയങ്കളും ഇവിടുത്തെ സെൻട്രൽ പാസ്റ്റങ്ങളൊക്കെ എല്ലാ ദിവസവും ഉണ്ട് നിങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെട്ടോ അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കാം നല്ലൊരു കൈയടി എന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറ ബണ്ണിക്ക് എപ്പോഴും ഇങ്ങനെ ആക്ഷൻ ചെയ്യണം ഇങ്ങനെ ചുമ്മാ നിൽക്കുന്ന ഇങ്ങനെ ഇഷ്ടമല്ല ഇങ്ങനെ ഫുൾ എനർജിയിൽ ഇങ്ങനെ ആക്ഷൻ ചെയ്യുന്നതാണ് ബണ്ണിക്ക് എപ്പോഴും ഇഷ്ടം സോ ഏത് പാട്ട് വേണം ബണ്ണിയോടൊപ്പം ആക്ഷൻ കളിക്കാൻ ഏത് പാട്ടാ അല്ലാത്ത കാലമാണ് ബണ്ണിക്ക് ഇവിടെ അടുത്തൊരു വേറൊരു VBS അങ്ങോട്ട് പോകണം സോ പെട്ടെന്ന് നമുക്ക് ആക്ഷൻ ചെയ്ത് ബണ്ണിയെ വിടാൻ വേണ്ടി പോകണം ഒറ്റ കണ്ടീഷനുണ്ട് എല്ലാവരും ആക്ഷൻ ചെയ്യണമെന്ന് ബാക്കി വരിയിരിക്കുന്ന പാസ്റ്റങ്ങൾ വരെ ഡാൻസ് ചെയ്യണമെന്നാണ് പറയുന്നത് സോ അപ്പൊ ബണ്ണി അവിടെ വരും അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ആക്ഷൻ ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ സോ ടീച്ചേഴ്സും എല്ലാവരും എഴുന്നേക്കണം എന്നെ നാണം കെടുത്തില്ല ഞാൻ വിളിച്ചു വരുത്തിയതാണ് ഞാൻ പറഞ്ഞു ഇവിടെ വേറെ ലെവലാന്നാണ് പറഞ്ഞേക്കുന്നത് സോ എല്ലാവരും ഒരുമിച്ച് ആക്ഷൻ
രാവിലെ ഫ്ലൈറ്റേ കയറി ഇവിടെ എത്തിയതാണ്. സോ എന്നെ നാണം കെടുത്തില്ല. റെഡിയാണോ? ആർ യു റെഡി? ആർ യു റെഡി? ആർ യു റെഡി ടീച്ചേഴ്സ്? ആർ യു റെഡി പാസ്റ്റേഴ്സ്? ആർ യു റെഡി വോളണ്ടിയേഴ്സ്? സോ എവരിവൺ പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. എല്ലാവരും ചാടി എഴുന്നേക്കുന്നു. സോ ഇവിടെ കണ്ടോ, ക്യാമറ പകർത്തിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് പുതുപ്പള്ളി വേറെ അതുപോലെ നന്നായിട്ട് എല്ലാവരും ചെയ്തോണം. ഉറങ്ങിയൊന്നും ചെയ്യല്ലേ. ബണ്ണി ഇത് അങ്ങ് അമേരിക്കയെ കൊണ്ട് കാണിക്കാൻ വേണ്ടിയുള്ളത്, അമേരിക്കയെ കൊണ്ട് കാണിക്കാനുള്ളതാണ്. സോ നന്നായിട്ട് ചെയ്തോണം, നന്നായിട്ട് ചെയ്തോണം. ആർ യു റെഡി? സോ വല്ലാത്ത കാലമാണ്, നേരെ ചൊവ്വേ. വല്ലാത്ത കാലമാണ്, നേരെ ചൊവ്വേ. സോ റെഡി, 1 2 3 ആൻഡ് ഗോ. വല്ലാത്ത കാലമാണി നേരെ ചൊവ്വേ പൊക്കോണേ പൊന്നെ. വല്ലാത്ത കാലമാണി നേരെ ചൊവ്വേ പൊക്കോണേ. വല്ലാത്ത കാലമാണി നേരെ ചൊവ്വേ പൊക്കോണേ. ഒറിജിനൽ പോലും തോറ്റുമടങ്ങും AI-ന്റെ കാലമാ. വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വേ പൊക്കോണേ. വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വേ പൊക്കോണേ. ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ. ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ. വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വേ പൊക്കോണേ. വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വേ പൊക്കോണേ. പുറമേ കണ്ടാൽ വൗ വൗ വൗ, അകമേ മുഴുവൻ അയ്യയ്യോ. പുറമേ കണ്ടാൽ വൗ വൗ വൗ, അകമേ മുഴുവൻ അയ്യയ്യോ. പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം. പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം. അയ്യോ അയ്യോ അയ്യോ. നാണം 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 കെട്ടല്ലോ. വല്ലാത്ത കാലമാണി നേരെ ചൊവ്വേ പൊക്കോണേ. വല്ലാത്ത കാലമാണി നേരെ ചൊവ്വേ പൊക്കോണേ. നല്ലത് നോക്കി ചൂസ് ചെയ്യാം, ചീത്തയൊക്കെ തള്ളിക്കളയാം. നല്ലത് നോക്കി ചൂസ് ചെയ്യാം, ചീത്തയൊക്കെ തള്ളിക്കളയാം. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ. ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. വല്ലാത്ത കാലമാണി നേരെ ചൊവ്വേ പൊക്കോണേ. വല്ലാത്ത കാലമാണി നേരെ ചൊവ്വേ പൊക്കോണേ. സോ ബണ്ണി നമ്മളോട് വിട പറയുന്നു. VBSൽ നിന്ന് ബണ്ണി ഇതുവരെ പോയതിൽ നിന്നും അടിപൊളി ഡാൻസ് ആയിരുന്നാ പറഞ്ഞു. ഇതുവരെ പോയതിൽ ഏറ്റവും നല്ല VBS. ഇത്രയും നേരം ബണ്ണി കൈയൊക്കെ അടിക്കുന്ന കൈയൊക്കെ. സോ ബണ്ണിയോട് നമ്മൾ വിട പറയുകയാണ്. എക്സൽ VBSന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് ബണ്ണി.
നിങ്ങളോടൊപ്പം ഉള്ള 100 കണക്കിന് കൂട്ടുകാരുടെ അടുത്താണ് ബണ്ണി പോകുന്നത്. ബണ്ണിക്ക് പറയാൻ ഉള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താ ബണ്ണി? വൺ മോർ ആക്ഷൻ നീഡ്. ഏത് പാട്ടാ? വിച്ച് സോങ്? ഇന്ന് പഠിപ്പിച്ചോ? ഹാപ്പിയാ? അതാണോ? ഏതാ? കേട്ടില്ല. ആഹാ ഹാപ്പിയാ? ഭയങ്കര അതിശയം. ഇന്ന് പഠിപ്പിച്ചേ. ആഹാ ഹാപ്പിയാ? ഓക്കെ, റെഡി? 1 2 3 ആൻഡ് ദ ലാസ്റ്റ് സോങ്. ഇതോടുകൂടി ബണ്ണി പോവാണ്. ബണ്ണി ഇതോടുകൂടെ പോവാണ്. റെഡി? 1 2 3 ആൻഡ് ഗോ. ആഹാ 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 ഹാപ്പിയാ? ഓഹോ 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 ഹാപ്പിയാ? ആഹാ ആഹാ എന്നും ഞാൻ ഹാപ്പിയാ? ഓഹോ ഓഹോ എന്നും ഞാൻ ഹാപ്പിയാ? അരികിലുണ്ട് യേശു എന്നും എൻ കൂടെ, ഒപ്പവും എപ്പോഴും നല്ലൊരു സഖിയായി. കൂടെയുണ്ടെന്നും കൈവിടില്ലെന്നും വാക്കു തന്നപ്പനായി എന്നും എൻ കൂടെ. ആര് മറന്നാലും ആര് വെറുത്താലും ആര് തള്ളിയാലും എന്നും ഞാൻ ഹാപ്പിയാ. ആര് കൂടിലേലും ആര് മിന്നിച്ചാലും ആര് മിണ്ടില്ലേലും എന്നും ഞാൻ ഹാപ്പിയാ. ലാ 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 ലാ. La 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 la. Oh la 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 la. കൂടെ നിന്നവരും കൂടെ വന്നവരും കൂടെ നടന്നവരും കൂടില്ലേലും ഹാപ്പിയാ. നന്മ പറഞ്ഞവരും നന്നായി ചിരിച്ചവരും മോശം പറഞ്ഞവരും കൂടില്ലേലും ഹാപ്പിയാ. കൂടെ നിന്നവരും കൂടെ വന്നവരും കൂടെ നടന്നവരും കൂടില്ലേലും ഹാപ്പിയാ. നന്മ പറഞ്ഞവരും നന്നായി ചിരിച്ചവരും മോശം പറഞ്ഞവരും കൂടില്ലേലും ഹാപ്പിയാ. സീറോ ആയ ഞാൻ നേരെ നിന്നതും ഹീറോ ആയ യേശു വന്നതാലേ. സ്വന്തം ജീവനും തന്നതപേക്ഷയും ചേർത്തു എന്നെ സ്വന്തം മകളാക്കി. സീറോ ആയ ഞാൻ നേരെ നിന്നതും ഹീറോ ആയ യേശു വന്നതാലേ. സ്വന്തം ജീവനും തന്നതപേക്ഷയും ചേർത്തു എന്നെ സ്വന്തം മകനാക്കി. ലാ 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 ലാ. La 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 la. Oh la 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 la. Aha 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 happy. Oh 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 happy. Aha aha എന്നും ഞാൻ happy. Oh oh എന്നും ഞാൻ happy. ബണ്ണിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ ബണ്ണി പോകുകയാണ്. നമ്മളോട് ഇവിടെ പറയുന്നു. എല്ലാവരും ഇരിക്കാം. എല്ലാവരും ഇരുന്നേ. ലാസ്റ്റ് ബണ്ണി 1-2 കാര്യങ്ങൾ മാത്രം പറയുന്നു. ശ്രദ്ധിച്ചോ, സമയമില്ലാത്തോണ്ട് ബണ്ണി വേഗം മൂവ് ചെയ്യുന്നു. ഇവരെല്ലാം വളരെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. നിങ്ങളെല്ലാവരെയും പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വളരെ വിഷമമുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് വേഗം പോവുകയാണ്. അടുത്ത VBSന് കുറച്ച് സമയം നേരത്തെ സമയമെടുത്ത് വരാം. 2 കാര്യങ്ങൾ ബണ്ണി പറയാൻ പ്രത്യേകം ശ്രദ്ധിച്ച് കേട്ടോണം. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കണം. എല്ലാ ദിവസവും നന്നായിട്ട് ഉഷാറായിട്ട് നിങ്ങൾ പോകണം. അതോടൊപ്പം യേശുവിനോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യണം.
സമയമില്ലാത്തതുകൊണ്ട് ഒത്തിരി വിഷമമുണ്ട്, കരച്ചിൽ വരുന്നു. കരയണ്ടെന്ന് പറ, കരയണ്ടെന്ന് പറ, കരയണ്ട. അപ്പം നിങ്ങളുടെ അടുത്ത VBSൻ്റെ ബണ്ണി വരുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ ബണ്ണി യാത്ര ചെയ്യുന്നു. സോ ബണ്ണിക്ക് പുതുപ്പള്ളി VBSൻ്റെ നല്ലൊരു കൈയടി കൊടുക്കുന്നു, നല്ലൊരു കൈയടി. സോ എവരിവൺ പറയുന്നു, എല്ലാവരും പറയുന്നു ബൈ ബണ്ണി, പറ ബൈ ബണ്ണി എന്ന് പറ, ബൈ ബണ്ണി. സീറ്റുകളിലിരിക്കുന്നു 10, 9, 8, 7, 6, 5, 4, 3, 2. എല്ലാവരും സീറ്റുകളിലിരിക്കുന്നു. സോ ഭയങ്കരം അതിശയം ബൈ ബണ്ണി. താങ്ക് യു സോ മച്ച്. നല്ലൊരു കയ്യടി ബണ്ണി കൊടുക്കുന്നു. നല്ലൊരു കയ്യടി. താങ്ക് യു ബണ്ണി. സോ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ, അങ്ങളുടെ കയ്യിലേക്ക് നോക്കിക്കേ, നിങ്ങളുടെ വലതുകരം ഉയർത്തിക്കേ. ഇന്ന് നമ്മൾ പഠിച്ചത് നിർമ്മല ബുദ്ധിയുടെ ഉദ്ദേശം. ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവ പൈതലായി, ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ. സോ എൻ്റെ കയ്യിലുള്ള വരകൾ പോലാണോ നിങ്ങളുടെ കയ്യിലെ വരകൾ? നോക്കിക്കേ, ആണോ? വ്യത്യസ്തമല്ലേ? ഇനി എൻ്റെ മൊബൈൽ ഫോൺ നിങ്ങളുടെ കരങ്ങളിലേക്ക് ഞാൻ തരാം. അതിനകത്ത് ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. നിങ്ങളുടെ ആരുടെയും കരങ്ങൾ കൊണ്ട് ആ ഫിംഗർ പ്രിൻ്റ് അൺലോക്ക് ചെയ്യാൻ പറ്റുമോ? കാരണം എന്താണ്? ദൈവം എല്ലാവരെയും വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സോ നിങ്ങളുടെ കരങ്ങളിലെ വരകൾ പോലാണ് എൻ്റെ കയ്യിലെ വരകൾ. ദൈവം നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് വ്യത്യസ്തമാണ്. സോ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് വ്യത്യസ്തമായ പദ്ധതികളുണ്ട്. മോനെ ഒന്ന് ശ്രദ്ധിച്ചേ. ലാസ്റ്റ് ടൈം. സോ ഞാൻ -മാർക്ക് തരും. എല്ലാവരും എഴുന്നേറ്റ് നിന്നോ പ്ലീസ്. അങ്കിൾ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. അങ്കിൾ പറയുന്നത് ഇനിയും 5 മിനിറ്റേ ഉള്ളൂ. ശ്രദ്ധിച്ച് കേട്ടോണം. 2 ചോദ്യങ്ങൾ അവസാനമുണ്ട്. 37-ാം സംഘത്തിലും 23-ാം വാക്യം. രാവിലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നണം. ആർക്ക് പ്രസാദം തോന്നണം? എൻ്റെ അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരനല്ല, നിങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന കൂട്ടുകാരിക്കില്ല. ആർക്ക് പ്രസാദം തോന്നണം? നിങ്ങളെക്കുറിച്ച് ആർക്ക് പ്രസാദം തോന്നണം? സോ ഒരു മനുഷ്യൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവരുടെ ഗമനം ദൈവം സ്ഥിരമാക്കും. സോ ദൈവത്തിന് നിങ്ങളെ എല്ലാവരെയും കുറിച്ചും വ്യത്യസ്തമായ പദ്ധതിയും പ്ലാനുമുണ്ട്. സോ നിങ്ങൾ ഒരിക്കലും തെറ്റുകൾ ചെയ്ത് പാപത്തിലേക്ക് പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. തെറ്റുകൾ തിരുത്തി ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സോ ദൈവത്തിന് മോളെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഭയങ്കര പദ്ധതിയുണ്ട്. മോനെ ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഭയങ്കര പദ്ധതിയുണ്ട്. സോ നിങ്ങളുടെ ലൈഫ് ഏത് സമയം ദൈവത്തിന് പ്രസാദം തോന്നുന്ന നിലയിൽ ദൈവകരങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കുന്നെങ്കിൽ ഇവിടുന്ന് അങ്കിൾ എന്തെങ്കിലും ഒരു വസ്തു താഴോട്ടിടുമ്പോൾ ഈ കരങ്ങളിലേക്കാണ് വീഴുന്നത്, അല്ലേ? ഈ കൈ ഇവിടെ ഇല്ലെങ്കിലോ എങ്ങോട്ട് പോകും? താഴെ പോയി അത് പൊട്ടിച്ചിതറിപ്പോകും. സോ ലൈഫ് വെറുതെ ശൂന്യതയിലേക്കിട്ട് നിങ്ങളുടെ ലൈഫ് വെറുതെ കളയല്ലേ. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായ പദ്ധതിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കരങ്ങൾ പോലല്ല നിങ്ങളുടെ കരങ്ങൾ, എൻ്റെ ഫിംഗർ പ്രിൻ്റ് പോലല്ല നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ്, എൻ്റെ കണ്ണുകൾ പോലല്ല നിങ്ങളുടെ കണ്ണുകൾ. ദൈവം നിങ്ങളെ വളരെ വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിങ്ങളെ ദൈവം കണ്ടിട്ടുണ്ട്. സോ മറ്റൊരുത്തരുടെ മുമ്പിൽ നിങ്ങളുടെ ലൈഫ് വെറുതെ കൊണ്ടുപോയി കളയരുതേ. എസ്പെഷ്യലി ഡൂവേഴ്സ്, തിങ്കേഴ്സ് ക്ലാസ് സ്റ്റുഡൻസ്. ഇത് VBSൻ്റെ 5-ാം ദിനമാണ്. ലൈഫ് വെറുതെ കളയരുതേ. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഈ ഏപ്രിൽ മാസം, ഇന്നേ ദിനം, ഈ വെള്ളിയാഴ്ച ദിവസം ദൈവം നിങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. മറ്റ് കൂട്ടുകാരൻ തെറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പോയി തെറ്റുകൾ ചെയ്യാൻ വേണ്ടി അല്ല നിങ്ങളുടെ ലൈഫ്. കൂട്ടുകാരി എന്തെങ്കിലും ചെയ്ത് അവരുടെ തെറ്റിന് കൂട്ടു നിൽക്കാൻ വേണ്ടി അല്ല നിങ്ങളുടെ ലൈഫ്. നിങ്ങൾ ദൈവ പൈതലാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടാണ്. കഴിഞ്ഞ 4 ദിവസം നിങ്ങൾ ദൈവവചനം പഠിച്ചില്ലേ, ദൈവവചനം കേട്ടില്ലേ? എന്തിനാണെന്നറിയാമോ നിങ്ങളുടെ കാതുകളിൽ അത് കേൾപ്പിച്ചത്? നിങ്ങൾ തെറ്റിലേക്ക് പോകാതിരിക്കാൻ, യേശുവിന് വേണ്ടി നിൽക്കുവാൻ. സോ ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ
നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്താണ് നൽകുവാൻ തക്കോണം എന്നെയും നിങ്ങളെയും ദൈവം സ്നേഹിക്കുന്നു. നിങ്ങളുടെ നിത്യജീവിതം വെറുതെ കളയരുത്. സോ കഴിഞ്ഞ ദിവസം ക്ലാസ്സുകളിലൊക്കെ ഒത്തിരി കുഞ്ഞുങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ട്. ആ തീരുമാനം വെറുതെ പാഴാക്കി കളയല്ലേ. ഇവിടെ കണ്ട ഗെയിമും ഇവിടെ കണ്ട ആക്ഷൻസ് എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നിങ്ങളുടെ ജീവിതം യേശുവിനോടൊപ്പമാണ് പോകുന്നത്. സോ ഒരു 5 മിനിറ്റ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, കണ്ണടച്ചേ. എവരി വൺ ക്ലോസ് യുവർ ഐസ്. എല്ലാവരും കണ്ണടച്ചേ, എല്ലാവരും കണ്ണടച്ചേ. എവരി വൺ ക്ലോസ് യുവർ ഐസ്. അടുത്ത ഒരു 5 മിനിറ്റ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. 5 മിനിറ്റ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. മോനെ 5 മിനിറ്റ് ചോദിക്കുന്നു. 5 മിനിറ്റ്. 5 മിനിറ്റാണ് നിങ്ങൾ ചോദിക്കുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം വരുത്തിയേക്കാം. ഈ VBSൻ്റെ ഈ 5-ാം ദിനം വരുമ്പോൾ ഇതുവരെ നിങ്ങളുടെ യാത്ര യേശുവിനോടൊപ്പം അല്ലെങ്കിൽ, നിങ്ങളുടെ യാത്ര യേശു അപ്പച്ചൻ്റെ കൂടെ അല്ലെങ്കിൽ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ, പാപങ്ങളെ ക്ഷമിച്ച് അവിടുന്ന് ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനുമാണ് നമ്മുടെ കർത്താവ്. ആ യേശു അപ്പച്ചൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ലൈഫ് വെറുതെ കളിച്ച് നിങ്ങൾ ലൈഫ് കളയരുത്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഭയങ്കരമായ പദ്ധതിയുണ്ട്. ഭയങ്കരവും അതിശയവുമായിട്ടാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ പുറകെ ഓടുമ്പോൾ തെറ്റായ കൂട്ടുകെട്ടുകളിൽ പോയി പത്രമാധ്യമങ്ങളിൽ കാണുന്നത് പോലെ നിങ്ങളുടെ ജീവിതം വെറും ശൂന്യമായി ഈ ചെറുപ്രായത്തിൽ നിങ്ങൾ നഷ്ടമാക്കി കളയരുത്. ലഹരി പദാർത്ഥങ്ങളുടെ പുറകെ ഓടി നിങ്ങളുടെ ജീവിതം വെറുതെ നഷ്ടമാക്കരുത്. നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും വായിക്കുന്നു, ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങൾ ലഹരി പദാർത്ഥങ്ങൾക്കും മൊബൈൽ അഡിക്ഷനും സ്നേഹബന്ധങ്ങൾക്കും പ്രണയബന്ധങ്ങൾക്കും പുറകെ പോയി നിങ്ങളുടെ നല്ലൊരു ജീവിതം വെറുതെ ശൂന്യമാക്കി കളയുന്നു. നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ഉരുവാകുന്നതിന് മുമ്പേ മോനെ മോളെ ദൈവം നിങ്ങളെ കണ്ടതാണ്. ഫോർ സ്പെഷ്യൽ പർപ്പസ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു സ്പെഷ്യൽ പർപ്പസ് ഉണ്ട്. സോ ദൈവത്തിന് പ്രസാദം തോന്നുന്ന ഒരു ജീവിതം നയിക്കുവാൻ സമർപ്പിക്കാൻ കഴിയുമോ? ഇപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂട്ടുകാർ കാണാം, കളിക്കാനും ചിരിക്കാനും, നിങ്ങളുടെ കൂടെ തെറ്റുകൾ ചെയ്യാൻ. ചെയ്തോ. നീ ഇഷ്ടമാണെന്ന് പറഞ്ഞോ, നീ മൊബൈൽ ഗെയിം കളിച്ചോ, നീ മെസ്സേജ് അയച്ചോ, നീ ഈ ലഹരി പദാർത്ഥം കഴിച്ചോ, ചെയ്യുമെന്ന് പറയാൻ ഒത്തിരി കൂട്ടുകാർ നിങ്ങളുടെ കൂടെ കാണാം. പക്ഷേ ഒറ്റയ്ക്കാകുന്ന നിമിഷങ്ങളുണ്ട്. അതെപ്പോഴാണെന്നറിയോ? ജീവിതം പരാജയപ്പെടുമ്പോൾ, ലൈഫ് പരാജയപ്പെടുമ്പോൾ ഒറ്റയ്ക്കാകുന്ന നിമിഷത്തിൽ പിശാച് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതവസ്ഥയിലും എത്തിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. സോ ഇന്ന് ഈ 5-ാം ദിവസം ലാസ്റ്റ് 5 മിനിറ്റ്സ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ലൈഫ് പാപത്തിൽ കൂടാണ് പോകുന്നെങ്കിൽ അതിനോടൊന്ന് സേ ബൈ പറയാൻ കഴിയുമോ? ഇന്നൊരു ടേണിംഗ് പോയിൻ്റായിട്ട് നിങ്ങളുടെ ലൈഫ് മാറട്ടെ. മോനെ, നിങ്ങളിവിടെ നിൽക്കുമ്പോൾ നിങ്ങളെ ഞാൻ കാണുന്നത് ഇവിടുത്തെ ഡോക്ടേഴ്സായിട്ടും ഇവിടുത്തെ എൻജിനീയേഴ്സായിട്ടും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരായിട്ടും ഇവിടുത്തെ കളക്ടർമാരായിട്ടും ഇവിടുത്തെ സുവിശേഷകരുമായിട്ടാണ് ഞാൻ കാണുന്നത്. 18, 19, 20 വയസ്സാകുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു യുവാവ് യുവതിയായിട്ടല്ല നിങ്ങളെ ഞങ്ങൾ കാണുന്നത്. സോ അതിനുവേണ്ടിയാണ് ഇത്രയും വലിയ VBS ഇവിടെ നടത്തുന്നത്. ആ ഒരൊറ്റ ലക്ഷ്യം, നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കണം. ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് നിങ്ങളുടെ ലൈഫ് മുമ്പോട്ട് പോകണം. സോ എൻ്റെ ജീവിതത്തിൽ ഇന്ന് പകൽ ഞാനൊരു ടേണിംഗ് പോയിൻ്റ് ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇന്ന് യേശുവേ എന്നോടൊന്നും സംസാരിക്കണം, എന്നെ ഒന്ന് തൊടണമേ എന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ കണ്ണുകളെ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്. യേശുപ്പച്ച, എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ട്, എന്നെ വിജയത്തിലേക്ക് നയിക്കണമേ. യേശുപ്പച്ചന് പ്രസാദം തോന്നുന്നൊരു ജീവിതം നയിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. അടുത്തൊരു 5 മിനിറ്റാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. 5 മിനിറ്റ്. ദൈവം മോനെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. മോനെ മോളെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. പപ്പായും മമ്മിയും പറയുന്നതല്ല, നിങ്ങളുടെ ടീച്ചർമാർ പറയുന്നതല്ല, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെക്കുറിച്ച് പറയുന്നതല്ല. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പ്ലാനുകളുണ്ട്. അതുകൊണ്ട് പ്രണയത്തിനും മൊബൈൽ അഡിക്ഷൻസിനും ലഹരി പദാർത്ഥങ്ങൾക്കും പുറകെ പോയി ലൈഫ് വെറുതെ ശൂന്യമാക്കല്ലേ. ഈ VBS നിങ്ങൾ വന്നത് ഒരു പക്ഷേ ഒരു പ്രണയബന്ധം ഉണ്ടാക്കാനായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കാനായിരിക്കാം, അല്ലെങ്കിൽ പുതിയതെന്തെങ്കിലും വേറെ ഏതെങ്കിലും തെറ്റിലേക്ക് പോകാനായിരിക്കാം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നതല്ല മോനെ. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതല്ല. യേശുവിനോടൊപ്പം യാത്ര ചെയ്യുവാൻ, യേശുവിനോടൊപ്പം യാത്ര ചെയ്യുവാൻ, യേശുവിനോടൊപ്പം യാത്ര ചെയ്യുവാൻ.
ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? അങ്കിള് പറഞ്ഞിട്ട് ആരും കൈ ഉയർത്തല്ലേ, ആരും കൈ ഉയർത്തല്ലേ, അങ്കിള് പറഞ്ഞിട്ട് ആരും കൈ ഉയർത്തല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ്സുകളിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച കുഞ്ഞുങ്ങൾ കരങ്ങളൊന്ന് ഉയർത്തിക്കേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ്സുകളിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച കുഞ്ഞുങ്ങൾ കരങ്ങൾ ഉയർത്തിക്കേ. കുഞ്ഞെ മോനെ, ആ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം, മാറിപ്പോകല്ലേ. ഞാൻ കാണുന്നു, ഒത്തിരി കരങ്ങൾ കാണുന്നു. മോനെ മോളെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇതുവരെ വന്നിട്ട് യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ സ്വീകരിക്കണം. യേശു നിങ്ങളുടെ അരികിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ നിങ്ങളുടെ അരികിലേക്ക്, നിങ്ങളുടെ അകത്തേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ വരികയാണെന്ന് അരുൾ ചെയ്ത ദൈവം ഇന്ന് പകൽക്കാലം ആ യേശുവിനെ പറ്റി നിങ്ങളെ സ്നേഹിക്കുന്നു. മോനെ, ഒരു നിമിഷം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഇന്ന് അതാഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ, ഞാൻ നേരത്തെ യേശുപ്പച്ചനെ അറിഞ്ഞതാണ്, എന്നാൽ ചില തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ ഇന്ന് അകന്നുപോയി. എന്നാൽ ഇന്ന് പകൽ ഞാൻ അടുക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് പ്രസാദം തോന്നുന്ന ഒരു ജീവിതം നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറയുന്ന കുഞ്ഞുങ്ങൾ മാത്രം. നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം, ഇരുകരങ്ങളെയും ഉയർത്താം. ആരും നോക്കുന്നില്ല, ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല. അതാഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ. ഒരു പക്ഷെ നിങ്ങളിവിടെ നിന്ന് മറ്റുള്ളവർ കാണും, അതുകൊണ്ട് കൈ ഉയർത്തുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുമ്പോൾ ഇത് നിങ്ങളുടെ പരാജയത്തിൻ്റെ ആരംഭമായിരിക്കും. ഒരു ചാൻസ് കൂടെ ദൈവം നിങ്ങൾക്ക് നൽകുകയാണ്. വൺ മോർ ചാൻസ് ഫോർ യു. ഒരു ചാൻസ് കൂടെ ദൈവം നിങ്ങളെ ഈ ശബ്ദം കേൾപ്പിക്കുകയാണ്. മോനെ, ആ തെറ്റിൽ നിന്ന് മാറിക്കോണം. മോളെ, ഇനി ആ തെറ്റിൽ തുടരല്ലേ. ഇത് ദൈവശബ്ദം കേൾപ്പിക്കുന്ന ഒരു ചാൻസ് കൂടാണ്. സോ മറ്റുള്ളവർ കാണുമെന്ന് പറഞ്ഞ് സമർപ്പിക്കാതെ പോകരുത്. കൈ ഉയർത്തിയില്ലേലും കുഴപ്പമില്ല, ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാട്ട്, യേശുപ്പച്ച, ഇന്ന് പകൽ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അങ്ങയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അങ്ങയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഞാൻ അതിനുവേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അത് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ, പുതിയൊരു സൃഷ്ടിയായിട്ട് എന്നെ മാറ്റണമെന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. യേശുപ്പച്ചൻ്റെ സ്നേഹം നിങ്ങളുടെ അരികിലേക്ക് വരുന്നു. യേശുപ്പച്ചൻ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു. മോനെ, കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. മോളെ, കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. പുതിയൊരു സൃഷ്ടിയായി എന്നെ പണിയണേ യേശുവേ. പുതിയൊരു മകനാ, പുതിയൊരു മകനാക്കി മോളെ കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എന്നെ ഇവിടെ തീരുമാനമെടുക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പരാജയത്തിന്റെ ആരംഭമായ ഒരു ലക്ഷ്യമാണ്. One more chance. പുതിയൊരു സൃഷ്ടിയായി ഒരു ചാൻസ് കൂടെ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് നൽകുകയാണ്. പണിയണേ യേശുവേ. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കമായി മാറുകയാണ്. പുതിയൊരു മകളായി ആ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞാട്ട്, യേശുവേ, എന്നെ പുതിയൊരു മകനാക്കി മാറ്റണമേ. നിന്നെ പിരിഞ്ഞിനി വേറൊരു ജീവിതം എനിക്ക് വേണ്ട. യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്ന ഈ നിമിഷം പ്രാർത്ഥിക്കാം. യേശു എന്റെ ഉള്ളിലേക്ക് വരണമേ. നിന്റെ മാർബിൾ ചാരുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ മാർബിൾ ചാരുവാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, നിന്റെ മാർബിൾ ഞാൻ ചാരുന്നു. കണ്ണടയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് പുതിയൊരു
വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഒരുപക്ഷെ ഇവരറിയാതെയോ അറിഞ്ഞുകൊണ്ടൊക്കെ ഈ തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ ഇവരെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്ന് പകൽക്കാലം ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ കർത്താവിന് വേണ്ടി നിൽക്കും. വരുന്നതിന് മുമ്പ് യേശുവിൻ്റെ സാക്ഷിയായിട്ട് ഇവർ മാറും. ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാ അധ്യാപകരും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ആ കരങ്ങൾ, നിങ്ങളുടെ ഇരു കരങ്ങളും ഇവരുടെ നേർക്ക് നീട്ടി അഭിഷേകത്തോടെ ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ സെൻറ്ററിൻ്റെ ശുശ്രൂഷ വഹിക്കുന്ന പ്രിയ ദൈവദാസൻ ഈ കുഞ്ഞുങ്ങളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. മോനെ മോളെ, നിങ്ങളിവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ അടുത്തൊരു ജനറേഷനാണ് ഇവിടെ നിൽക്കുന്നത്. അവർക്ക് വേണ്ടി ഒരു നിമിഷം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ ആ കരങ്ങളെ ഉയർത്തി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കരങ്ങളെ ഉയർത്തി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വോളണ്ടിയേഴ്സിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പേരൻസിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വല്ലാത്ത ഒരു കാലത്തിൽ അഭിഷേകത്തോടെ അടുത്തൊരു തലമുറ, അഭിഷേകത്തോടെ അടുത്തൊരു തലമുറ, അഭിഷേകത്തോടെ അടുത്തൊരു തലമുറ, അഭിഷേകത്തോടെ അടുത്തൊരു തലമുറ, അഭിഷേകത്തോടെ അടുത്തൊരു തലമുറ എഴുന്നേൽക്കുന്ന ദിനങ്ങളായി, എഴുന്നേൽക്കുന്ന ദിനങ്ങളായി, എഴുന്നേൽക്കുന്ന ദിനങ്ങളായി മാറട്ടെ. ഒരു നിമിഷം നിങ്ങളുടെ നാവുകളിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രതിവാസം പ്രാർത്ഥനയെ നമ്മളെ സഹായിക്കും. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഓമന പുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നാഥ. പൈതങ്ങളെ എൻ്റെ അടുക്കൽ വിടുവീൻ, അവരെ തടയരുതെന്ന് പറഞ്ഞ് മാറോടണച്ച കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ കർത്താവേ. അവിടുത്തെ അദൃശ്യമായ അഗ്നിമയമായ കരം കൊണ്ട് ഇവരെ തലോടുമാറാണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം തൊട്ടവരെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവചനം അവരുടെ കേട്ട വചനം അവരുടെ ഹൃദയത്തിൽ 100 മറവും 30 ഫലം കായ്പാൻ കർത്താവ് ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ സ്നേഹത്തിൽ അവരെ പൊതിഞ്ഞോളുമാറാണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി എന്നുള്ള വചനം ഞങ്ങൾ ഓർക്കുന്നു. വചനത്തിൽ കേട്ട വചനത്തിൽ നിലനിൽപ്പാനുള്ള കൃപ ദൈവം അവർക്ക് കൊടുക്കുമാറാണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസന്മാരാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് അതേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതേ കർത്താവേ, ഇഷ്ടമുള്ളവരുടെ ആയുസ് ദൈവനാമത്തിന് മഹത്വത്തിനായി ജീവിപ്പാൻ ദൈവം ഇടയാക്കണമേ. ദൈവവചനം പ്രമാണിച്ച് ജീവിപ്പാൻ ഇടയാക്കണമേ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ജീവിപ്പാൻ ഇടയാക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നിറയ്ക്കണമേ. സജീവമായ ഒരു കൂട്ടായ്മ ബന്ധം ദൈവം അവർക്ക് കൊടുക്കണമേ. അവർ വ്യക്തിപരമായി അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കണമേ. അവരുടെ ഭവനത്തിന്, ദേശത്തിന്, സമൂഹത്തിന് അവർ അനുഗ്രഹമായിരിക്കാൻ ദൈവം ഇടയാക്കണമേ. അവിടുത്തെ ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഇവരെ പഠിപ്പിച്ച അധ്യാപകർക്ക് വേണ്ടി പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ സേവനത്തെ അവിടുന്ന് ഓർക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. അവർ തലമുറകളോട് നീതിയായി കണക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് ലീഡ് ചെയ്ത് പ്രവർത്തിച്ച അങ്ങയുടെ ദാസന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ധാരാളം ദൈവകൃപയാൽ കർത്താവ് നിറയ്ക്കണമേ. ഇരട്ടി ശക്തിയാൽ ദൈവം നിറയ്ക്കണമേ. അനേകരെ, ആയിരങ്ങളെ ഇനിയും കർത്താവിന് വേണ്ടി നേടുവാൻ അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും ദൈവം ഉപയോഗിക്കണമേ. VBSൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം, എക്സൽ മിനിസ്ട്രീസിൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ. ഇതിന് ചുമതലപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. അവരുൾപ്പെട്ടിരിക്കുന്ന സഭകളെ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ പിരിഞ്ഞു പോകുന്നെങ്കിലും പിരിയാത്ത സാന്നിധ്യവും വലിയ കൃപയും കൂടിയിരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ആശീർവാദത്തോടെ നമുക്ക് പിരിഞ്ഞു പോകാം. തലകളെ ഒന്നുകൂടെ വണക്കിയാട്ടെ, കണ്ണുകളെ അടച്ചാട്ടെ. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സൂക്ഷിപ്പും നാം എല്ലാവരോടും, നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, വിശേഷാൽ ഇന്ന് യേശുവിനായി ജീവിതം സമർപ്പിച്ച ഈ കുഞ്ഞുങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ മടങ്ങി വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം
ഈ പകൽക്കാലവും നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ആമേൻ. സ്തോത്രം. നമ്മുടെ പുതുപ്പള്ളി VBSലെ മിടുക്കരായ അടിപൊളി ചുറുചുറുക്കത്തീവായ പിള്ളേരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. VBS എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. ഒരാഴ്ച പോയത് അറിഞ്ഞില്ല അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു VBS? അടിപൊളിയായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? വല്ലാത്ത കാലമാണ്. പഠിച്ചു വന്നിട്ട് അടിപൊളി. എന്താ പേര്? ഈ വർഷം എക്സൽ VBSൽ ആദ്യമായിട്ടാണോ അതോ നേരത്തെ തൊട്ട് പങ്കെടുക്കുന്നുണ്ടോ? ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സൽ VBS? ആണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ഒറിജിനൽ പോലും. ഓക്കെ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അല്ലേ? ഒരാഴ്ച പോയത് അറിഞ്ഞില്ല. ഇനി VBS വേണമെന്നുണ്ടോ? ഓക്കെ. നമ്മുടെ പുതുപ്പള്ളി VBSലെ മിടുമിടുക്കരായ ഭയങ്കര സാമർഥ്യമുള്ള യൗവനക്കാരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമുക്ക് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു VBS? സൂപ്പറായിരുന്നു. അടിപൊളി. ആ, എങ്ങനെ ഉണ്ടായിരുന്നു പാട്ടൊക്കെ? ആണോ? മൊത്തത്തിൽ VBS നല്ലായിരുന്നു. ഡാൻസും ആണോ? നീ എന്നിട്ട് കളിച്ചോ ഡാൻസ്? ഓ, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ഗെയിംസ് ആക്ടിവിറ്റീസ് എല്ലാം. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരുന്നു? പറ. ഒന്നാമത്തെ പാട്ട്. ഒറിജിനൽ പോലും തോറ്റുമടങ്ങി. നമ്മുടെ ഈ വർഷത്തെ VBSലെ വോളണ്ടിയറും അതുപോലെ തന്നെ ഏതാണ്ട് 3 മിടുക്കരായ കൂട്ടുകാർ നമ്മുടെ കൂടെ നിൽക്കുന്നു. എങ്ങനെയുണ്ട് VBS? നല്ല രസമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു VBS? അടിപൊളിയായിരുന്നു. മൊത്തത്തിലൊന്ന് പറ കേൾക്കട്ടെ. നല്ല രസമായിരുന്നു. ഉണ്ടായിരുന്നു. വൈബൊക്കെ ഉണ്ടായിരുന്നു. ആണോ? ഗെയിംസ് നല്ല ആക്ടിവിറ്റീസ് വാക്യങ്ങളൊക്കെ പഠിച്ചു. എങ്ങനെയുണ്ടായിരുന്നു VBS? ആണോ? ഏതാ ഇഷ്ടപ്പെട്ട പാട്ട്? ഒറിജിനൽ പോലും തോറ്റുമടങ്ങും. നമ്മുടെ പുതുപ്പള്ളി VBSന്റെ എല്ലാമായ സണ്ണിച്ച നമ്മുടെ കൂടെ ഉണ്ട്. ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളോട് ഒപ്പം ഉണ്ടായിരുന്നു. നമുക്ക് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു VBS? ഈ കൊല്ലത്തെ VBS അടിപൊളിയായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തിനൊക്കെ കൂടുതൽ പിള്ളേരുണ്ടായിരുന്നു. എല്ലാ രീതിയിലും നമുക്ക് അനുഗ്രഹമായിരുന്നു. എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു. എല്ലാ ദിവസവും വന്ന് പങ്കെടുക്കാൻ എനിക്കും സാധിച്ചു. ഓ, അത് തന്നെ വലിയ സന്തോഷം. പുതുപ്പള്ളി സെൻട്രലിന്റെ സൺഡേ സ്കൂളിന്റെ സെക്രട്ടറി ബെനിഷ നമ്മളോടൊപ്പം ഉണ്ട്. ബെനിഷാനോട് ചോദിക്കാം, ഈ വർഷത്തെ എക്സൽ VBS എങ്ങനെ ഉണ്ടായിരുന്നു? ഈ വർഷത്തെ എക്സൽ VBS വളരെ നല്ല VBS ആയിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ അനുഗ്രഹമായിട്ട് നടന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തിയപ്പം 230 കുട്ടികളോളം വന്നു. എന്നാൽ ഇതുവരെ 260 കുട്ടികൾ വന്നു. ഈ VBSന്റെ ടൈമെല്ലാം കഴിഞ്ഞു. ഒരുപാട് കുട്ടികൾ വീടുകളിലൊക്കെ പോയി, അവധിക്കൊക്കെ പോയി. എങ്കിലും 260 കുട്ടികളോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ അധ്യാപകരും വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തു. ഏറ്റവും മെയിനായിട്ട് എക്സൽ VBSന്റെ ഈ വർഷത്തെ നിങ്ങളുടെ ആ തീമും നിങ്ങളുടെ പ്രസൻറ്റേഷനും നിങ്ങളുടെ പാട്ടും ഏറ്റവും മനോഹരമായിരുന്നു. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 1-2 പാട്ടുകൾ എന്താ പറയുക, വൈറലായെന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികൾ എപ്പോഴും അത് തന്നെയാണ് പാടിക്കൊണ്ടുണ്ട്. അത്ര നല്ല VBS ആയിരുന്നു. അതുപോലെ എല്ലാ പ്രോഗ്രാമുകളും അതിൻ്റെ ടൈമിംഗ് എല്ലാം വളരെ നല്ലതായിരുന്നു. ഓക്കെ. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ വർഷത്തെ പുതുപ്പള്ളി VBSൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് വന്ന 2 അധ്യാപകരാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇവരോട് 2 പേരോട് നമുക്ക് ചോദിക്കാം, ഈ വർഷത്തെ എക്സൽ VBS എങ്ങനെ ഉണ്ടായിരുന്നു? VBS അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. നല്ല പാട്ടുകളായിരുന്നു. പാട്ടൊക്കെ പിള്ളേരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയ പോലെയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ ഈ പ്രാവശ്യത്തെ VBSന്റെ പ്രത്യേകത, ഞങ്ങൾ ടീച്ചേഴ്സിനെ എല്ലാം ഫ്രണ്ടിലോട്ട് വിളിച്ച് ടീച്ചേഴ്സിനെല്ലാം അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കാനൊക്കെ അവസരം തന്നു. സാധാരണഗതിയിൽ ഞങ്ങൾക്ക് ഇതിനൊന്നും കിട്ടാറില്ലായിരുന്നു. ഇപ്രാവശ്യം അത് വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടാനും സ്ഥാനപ്പെടാൻ എല്ലാം കൊണ്ടും അടിപൊളിയാകുകയും ചെയ്തു. അതുപോലെ തന്നെ ആത്മീയമായിട്ട് നല്ലൊരു അനുഭവമായിരുന്നു. ഏത് ക്ലാസ്സാണ് ടീച്ചർ പഠിപ്പിച്ചത്? ഞാൻ ഡൂയേഴ്സിന്റെ ക്ലാസ്സായിരുന്നു. സീനിയർ ക്ലാസ് ആയിരുന്നു എടുത്തിരുന്നത്. അവിടെ കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവായിട്ടൊക്കെ തന്നെ ഇരുന്നു. എല്ലാ പ്രോഗ്രാം, പ്രത്യേകിച്ച് ഇന്നത്തെ ആ പ്രോഗ്രാം നന്നായിരുന്നു. നമ്മുടെ ക്രിയേറ്റിവിറ്റി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. എല്ലാം നല്ല പ്രോഗ്രാംസ് ആയിരുന്നു. ഓക്കെ ടീച്ചർ, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമായിരുന്നു. പക്ഷെ സങ്കടമാണ്, തീർന്നു പോയല്ലോ നോക്കുമ്പോൾ സങ്കടമാണ്. ഏത് ക്ലാസ് ആയിരുന്നു ടീച്ചർ പഠിപ്പിച്ചത്? ഓക്കെ പഠിപ്പിച്ച ഡാൻസും എല്ലാം നല്ലായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ ഈ വർഷത്തെ VBSൽ ഫൈൻഡേഴ്സിലും സീക്കേഴ്സിലും പഠിപ്പിച്ച ടീച്ചർമാരാണ് എൻ്റെ കൂടെ ഉള്ളത്. മിടുക്കികളാണ്. നമുക്ക് ചോദിച്ചു നോക്കാം, ഈ വർഷത്തെ VBS എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. ഓക്കെ. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റിയല്ലേ? അത് തന്നെ വലിയ ഭാഗ്യം. വരാൻ കഴിയത്തില്ലായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു കൊടുത്ത് ചേട്ടൻ്റെ കൊച്ച് ഒത്തിരി നിർബന്ധിച്ച്. തന്നെയല്ല, ഞാനും പ്രാർത്ഥിച്ചു. കാരണം ആദ്യമായിട്ട് VBSലൊക്കെ പോകാതിരിക്കുമ്പോഴത്തേക്കിന് എൻ്റെ കുഞ്ഞുങ്ങൾ മാത്രം വീട്ടിൽ ഇരിക്കുകയല്ലേ. അപ്പോൾ ആ ഒരു സങ്കടത്തിലായിരുന്നു. പക്ഷെ 2ാം ദിവസം മുതൽ എനിക്ക് വരാൻ ദൈവം സഹായിച്ചു. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു VBS? വളരെ അനുഗ്രഹമായിരുന്നു. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റിയതും അല്ലേ? അതെ, വലിയൊരു ഭാഗ്യം. ഒരാഴ്ച പോയതറിഞ്ഞില്ല. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? ഒരാഴ്ച പോയതറിഞ്ഞില്ല. എല്ലാവരെയും നല്ലൊരു ദൈവിക ഇതിലേക്കൊക്കെ നമുക്ക് കുറേയൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
എൻ്റെ ക്ലാസ്സിലുള്ള പിള്ളേരെല്ലാം വിശ്വാസി പിള്ളേരൊക്കെ തന്നെ ആയിരുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ പുതുപ്പള്ളി VBSലെ മിടുമിടുക്കരായ വോളണ്ടിയേഴ്സ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ഈ വർഷത്തെ എക്സൽ VBS? നല്ല അടിപൊളി VBS ആയിരുന്നു. അടിപൊളി VBS ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ആക്ഷൻ സോങ്സും പപ്പറ്റ് ഷോയും എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്യാൻ പറ്റി. ആണോ? എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല. ആ നിങ്ങളും കുട്ടികളായിട്ട് മാറിയ പോലെ തോന്നിയല്ലേ? ഒരാഴ്ച വയസ്സിലോട്ട് പോകാൻ പറ്റിയ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ഡേ ഭയങ്കര സ്പെഷ്യൽ പെർഫോമൻസ് ആയിരുന്നു. പപ്പറ്റായിട്ട് വന്നത് ഭയങ്കരമായിട്ട് ബണ്ണിച്ചേട്ടൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബണ്ണിച്ചേട്ടൻ്റെ ഫാൻസ് ഉണ്ടല്ലേ ഇവിടെ? ഓക്കെ, താങ്ക് യു സോ മച്ച്.